അപ്പോൾ ലോഡ് ഷെഡിങ് കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിട്ടുള്ളത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. KSEBയിലെ നല്ല പ്രൊഫഷണലായിട്ടുള്ള എൻജിനീയേഴ്സാണ്. പുതിയ ഡാം കൊണ്ടുവരാനായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം മെനക്കെടാൻ വയ്യ. അതിരപ്പള്ളി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് പേര് അവിടുത്തെ റിസോർട്ട് മാഫിയാണ്, അവരാണ് അതിനെ എതിർക്കുന്നത്. അത് ഞങ്ങൾ 163 എന്ന് പറയാൻ കരുതുന്ന വെച്ചാൽ 3 മെഗാവാട്ട് എക്സ്ട്രാ, ശരിയല്ലേ? 3 മെഗാവാട്ട് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടാകും. ഇപ്പോൾ ഇല്ല വേനൽക്കാലത്ത്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പോലും ഈ വെള്ളം സ്റ്റോർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ വളരെ ടൂറിസവും കൂടെ ചേർത്തിട്ട് ഒരു നല്ലൊരു പ്രോജക്റ്റും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടർ കേന്ദ്ര സെക്രട്ടറിമാർ എപ്പോഴും ചോദിക്കുകയാണ്, നിങ്ങളൊരു ആണവ നിലയം കൊണ്ട്, പാരീസിൻ്റെ നടുക്ക് ആണവ നിലയമുണ്ട്, ആണവ നിലയമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 40-45 കൊല്ലമായിട്ടുണ്ട്. ഇവിടുന്ന് പോവുകയാണ്, കൂടംകുളത്ത് ആണവ നിലയത്തിനെതിരായിട്ട് പോവുകയാണ്. പക്ഷേ അവിടുന്ന് 400 മെഗാവാട്ട് വാങ്ങിച്ചിട്ടാണ് ഇവിടെ തരുന്നത്. തമിഴ്നാട്ടിൽ ഇപ്രാവശ്യം 2000 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളതിനകത്ത് 2000 മെഗാവാട്ടും കൂടെ കൂട്ടാൻ വേണം. തമിഴ്നാട് പറഞ്ഞു ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് കൊടുക്കരുത്. കേരളത്തിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ടാണെന്നുണ്ട്, കേരളത്തിലെ പ്രശ്നമല്ല, കേരളത്തിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് ശല്യം ഉണ്ടാക്കിയതാണ്, ഒരു കാരണവശാലും കേരളത്തിന് കൊടുക്കരുതെന്ന് തമിഴ്നാട്ടുകാർ സെൻട്രൽ ഇലക്ട്രിസിറ്റി കമ്മീഷനിലും മറ്റുമാണെന്നുണ്ടെങ്കിൽ വാദിച്ചു. അതിന് കുഴപ്പമൊന്നുമില്ല. ചീമേനിയിൽ ഒരു 600 ഏക്കർ മാത്രം മതി, 600 ഏക്കറോ ഹെക്ടറോ മാത്രം മതി. ചീമേനിയിൽ ഒരു 1.5 കിലോമീറ്റർ റേഡിയസിലാണെന്നുണ്ടെങ്കിൽ ആളുകളെ ഒഴിപ്പിച്ച് അവിടെ ഒരു കൃഷി പോലും ഉണ്ടാകത്തില്ല. അതും അതിരപ്പള്ളിയിലുമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥലം കണ്ടു, പ്രപ്പോസൽ കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തും മന്ത്രിയുടെ അടുത്തൊക്കെ പറഞ്ഞു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ്, നമുക്കൊരു പൊളിറ്റിക്കൽ കോൺസെൻസസ് ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഉണ്ടായില്ല. പുതുതായിട്ട് വരുന്ന സർക്കാരും ഇത് ചെയ്യണം. കുറച്ച് ആൾക്കാരെ അവിടുന്ന് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ആ 1.5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഇഷ്ടം പോലെ സോളാർ പ്ലാന്റും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എക്സ്ട്രാ ജനറേഷനാണ്. എന്നിട്ട് അതിന് പകരം എന്താണ്, ഗവൺമെൻറ്റിനെ കുറ്റം പറയുക, ട്രംപിനെ കുറ്റം പറയുക, എന്നിട്ട് വൈകിട്ടിരുന്ന് ഒരേ വീശാണ്.